ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഞാൻ ഇവിടെ ഉഴുന്നുബോണ്ടയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയുമാണ് റെഡിയാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഉഴുന്നുബോണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 ഗ്ലാസ് ദോശമാവാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മാവ് ഒരു ദിവസം പുളിപ്പിച്ചെടുത്തിട്ടുള്ള മാവാണ് കേട്ടോ. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കാം. ഇത് വറുക്കാത്ത റവയാണ് കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി വടയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് മാവ് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഹാഫ് അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് ഉഴുന്നുബോണ്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ചട്നി റെഡിയാക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലോട്ട് 1/4 മുറി തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഉഴുന്നും 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. വളരെ വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണിത്. നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. ഇനി ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 3 തണ്ട് കറിവേപ്പിലയും 2 പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ചെറിയൊരു പീസ് വാളംപുളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് തേങ്ങാ ചമ്മന്തി അല്ലേ, അപ്പോൾ ചെറിയ ചെറിയ തരിതരിപ്പോടെ അരച്ചെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. കുറച്ച് ജാർ ഒഴുകി വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് വറവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുകൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോഴത്തെ നമ്മുടെ രുചികരമായിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഉഴുന്നുബോണ്ടയുടെ മാവിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് കൂടിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞ് കൂടിയിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഉള്ളിയൊക്കെ പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഹാഫ് അവർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നോക്കിയാൽ മാവൊക്കെ നല്ല പാകത്തിന് റെഡി ആയിട്ടുണ്ട്. മാവ് ഓവർ ലൂസും ആവരുത്, ഓവർ ടൈറ്റും ആവരുത്. ഇനി ഇതിലോട്ട് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉഴുന്നുബോണ്ട ഉണ്ടാക്കാം. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് കുറേശ്ശെ മാവ് തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. വളരെ രുചികരമായിട്ടുള്ളൊരു ബോണ്ടയാണിത്. നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. എണ്ണയിലോട്ട് മാവ് ഇടുമ്പോൾ കണ്ടോ, വളരെ പെട്ടെന്ന് തന്നെ പൊങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, ഇതിൻ്റെ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഉഴുന്നുബോണ്ടയുടെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഉഴുന്നുബോണ്ട നോക്കിയാൽ നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതാ നമ്മുടെ രുചികരമായ ഉഴുന്നുബോണ്ട റെഡി. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. അപ്പോൾ കഴിക്കാൻ എങ്ങനെയായിരിക്കും, അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ പുറമേയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞാണ് ഇരിക്കുന്നത്, ഉള്ളൊക്കെ നല്ല സോഫ്റ്റുമാണ്. ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടേ ഇല്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി കഴിക്കാം. ചൂട് ചായക്കൊപ്പം ഈ ഒരു ഉഴുന്നുബോണ്ടയും ചട്നിയും അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഉഴുന്നുബോണ്ടയും ചട്നിയും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.